ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മഴ. ഇന്ന് എതിരില്ലാത്ത 7 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് CISFനെ തകർത്ത് നോക്കൌട്ട് ഉറപ്പാക്കി. ഈ ഡ്യൂറന്റ് കപ്പിൽ രണ്ടാം ഹാട്രിക് നേടിയ നോഹ സദോയുടെ ഉജ്ജ്വല പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന് മികച്ച വിജയം സമ്മാനിച്ചത്. നോഹയ്ക്കൊപ്പം കാമി പെപ്ര, മുഹമ്മദ് ഐമൻ, നവോച്ച സിംഗ്, മുഹമ്മദ് അസ്ഹർ എന്നിവരാണ് സ്കോർ ചെയ്തത്. ദുർബലരായ എതിരാളികൾക്ക് മേൽ തുടക്കം മുതൽ ബ്ലാസ്റ്റേഴ്സ് ആധിപത്യമായിരുന്നു. 6-ാം മിനിറ്റിൽ തന്നെ പെപ്രയുടെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് മുമ്പിലെത്തി. ലൂണ എടുത്ത കോർണറിൽ നിന്നും ലഭിച്ച പന്തുമായി ബോക്സിലെത്തിയ നോഹയുടെ സുന്ദരമായൊരു ഫ്ലിക്ക് ഉജ്ജ്വലമായി ഹെഡ് ചെയ്ത പെപ്ര എതിരാളികളുടെ വലയിലെത്തിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ 9-ാം മിനിറ്റിൽ നോഹ ബ്ലാസ്റ്റേഴ്സിൻ്റെ 2ാം ഗോളും സ്കോർ ചെയ്തു. ഐമൻ്റെ സുന്ദരമായ പാസിൽ ചാടി വീണ നോഹ മികച്ചൊരു ഫിനിഷിലൂടെ ടൂർണമെൻറ്റിലെ തൻ്റെ 4ാം ഗോൾ നേടി. 16-ാം മിനിറ്റിൽ ഐമനിലൂടെ ബ്ലാസ്റ്റേഴ്സ് 3ാം ഗോളും കണ്ടെത്തി. പെപ്രയുടെ പാസ്സായിരുന്നു ഈ ഗോളിന് വഴിയൊരുക്കിയത്. പിന്നീട് 20-ാം മിനിറ്റിൽ നോഹ തൻ്റെ 2ാം ഗോളും ബ്ലാസ്റ്റേഴ്സിൻ്റെ 4ാം ഗോളും കണ്ടെത്തി. CISF പ്രതിരോധത്തെ കബളിപ്പിച്ച് പെപ്ര നൽകിയ പാസ് മികച്ചൊരു ഫിനിഷിലൂടെ നോഹ വലയിലെത്തിക്കുകയായിരുന്നു. 5 മിനിറ്റിന് ശേഷം നവോച്ച സിംഗിലൂടെ ബ്ലാസ്റ്റേഴ്സ് 5ാം ഗോളും സ്കോർ ചെയ്തു. ആദ്യ പകുതി അവസാനിക്കാൻ 1 മിനിറ്റ് ശേഷിക്കെ അസ്ഹറിൻ്റെ ഗോളോടെ 6ാമതും ബ്ലാസ്റ്റേഴ്സ് എതിരാളികളുടെ വല കുലുക്കി. നോഹയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു അസ്ഹർ ഗോൾ നേടിയത്. 2ാം പകുതിയിലും ബ്ലാസ്റ്റേഴ്സ് തകർത്ത് കളിച്ചെങ്കിലും ഗോൾ സ്കോർ ചെയ്യാൻ മാത്രം സാധിച്ചില്ല. 88-ാം മിനിറ്റിൽ ബ്രൈസ് മിറാണ്ടയെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി നോഹ പുറത്തേക്കടിച്ചു കളഞ്ഞു. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ ഗോൾ നേടിക്കൊണ്ട് നോഹ ഹാട്രിക് തികച്ച് ഡ്യൂറന്റ് കപ്പിലെ 6ാം ഗോളും സ്വന്തം പേരിൽ കുറിച്ചു. ഈ വിജയത്തോടെ 3 മത്സരത്തിൽ നിന്നും 7 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് അടുത്ത റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. 16 ഗോളുകൾ എതിർവലയിൽ നിക്ഷേപിച്ച ബ്ലാസ്റ്റേഴ്സ് 1 ഗോൾ മാത്രമാണ് വഴങ്ങിയത്. ഗോൾ വ്യത്യാസം 15. 2ാം സ്ഥാനത്തുള്ള പഞ്ചാബ് FCയുടെ ഗോൾ വ്യത്യാസം 3 മാത്രമാണ്. അടുത്ത മത്സരത്തിൽ മുംബൈ സിറ്റിയെ 13 ഗോളുകൾക്ക് തോൽപ്പിച്ചെങ്കിൽ മാത്രമേ പഞ്ചാബിന് ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ കഴിയൂ. 6 ഗ്രൂപ്പ് ചാമ്പ്യന്മാരും 2 മികച്ച 2ാം സ്ഥാനക്കാരും ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നതിനാൽ അടുത്ത മത്സരത്തിൽ വമ്പൻ വിജയം തന്നെയാണ് പഞ്ചാബ് ലക്ഷ്യമിടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.